ഹായ് ഹലോ, എല്ലാവരും സുഖമായും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാൻ എൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ആണ് കേട്ടോ ഇത്. അത് ഏതാണെന്നൊക്കെ ഞാൻ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ കുറച്ച് തിരക്കായിപ്പോൾ. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കുറച്ച് അധികം അങ്ങനെ ആക്റ്റീവ് ഒന്നും അല്ല. ശിവരാത്രിയാണ്, പ്ലസ് അച്ഛൻ നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കാണ് കേട്ടോ. അപ്പം വിഷ്ണു അതിനെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് വരുന്നത്. നമ്മളിപ്പം നമ്മുടെ ഷീ സ്റ്റൈലിൻ്റെ റെനോവേറ്റഡ് സ്പേസിലാണ് കേട്ടോ. അപ്പം ആലഞ്ചേരി മിലിൽ ബിൽഡിങ്ങിലാണ് പുതുതായിട്ട് വരുന്ന ഷോപ്പ്. മുന്നേ അഞ്ചലായിരുന്നു. അപ്പോൾ എൻ്റെ പല വീഡിയോസും ഞാൻ കാണിച്ചിട്ടുണ്ട് ഷീ സ്റ്റൈലായിട്ട് ഞാൻ എന്തുമാത്രം കംഫർട്ടബിളാണ്. അതേപോലെ തന്നെ ഞാൻ ഓരോ ഫോട്ടോഷൂട്ട് ചെയ്യുമ്പോഴാണെങ്കിലും ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന പല പല ലുക്കാണെങ്കിലും ഒക്കെ ഞാൻ നിങ്ങളായിട്ടൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം അഞ്ചലുള്ളവരാണെങ്കിൽ നിങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അവരുടെ പുതിയ സ്പേസാണ് കേട്ടോ. അപ്പോൾ ഫുള്ള് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ 2 റൂമുണ്ട്. ഒരു VIP റൂമുണ്ട്, പിന്നെ ഇപ്പുറത്ത് അതേപോലെ തന്നെ ഒരു ബെഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫുൾ ബോഡി മസാജ്, സ്പാ അങ്ങനത്തെ കാര്യങ്ങളും. പിന്നെ ഇവിടെ ഒന്നൊരു ഓസ്കാർ, ഈ ഒരു ഫിഷ് ഉണ്ട്. സെക്കൻഡ് കോക്കോനെ ചിലപ്പം ഷീ സ്റ്റൈലൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മേ ബി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇൻസ്റ്റാ പേജിൽ ഷീ സ്റ്റൈൽ അഞ്ചൽ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാ പേജിൽ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ഈ ഒരു ബോൾ പൈതനാണ്. ഇവിടെയുള്ള ട്രീറ്റ്മെൻറ്റ്സിൻ്റെ ഒക്കെ ഇവിടെ ഒരു വലിയ ബാനർ വെച്ചിട്ടുണ്ട്. സോ ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ ട്രീറ്റ്മെൻറ്റ്സും കൊടുത്തിട്ടുണ്ട്. സോ ഇവിടാണ് നമ്മുടെ ആലഞ്ചേരി ഈ ഏരൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഓപ്പോസിറ്റ്, അതായത് നമ്മുടെ ആലഞ്ചേരി പെട്രോൾ പമ്പിൻ്റെ ഇപ്പുറത്താണ് കേട്ടോ. സോ അവിടെയുള്ള കുറച്ച് ഹെയർ കളറിൻ്റെ അതിൻ്റെ സാമ്പിൾസൊക്കെ ഞാൻ നോക്കുമായിരുന്നു. ആ ഒരു ബ്രോഷർ ഞാൻ ഇങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ബ്ലൂ അങ്ങനെ കുറച്ച് വെറൈറ്റി കളേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ചേച്ചിയും അത്യാവശ്യം വെറൈറ്റി ആയിട്ടുള്ളൊരു റെഡ് ഷെയ്ഡാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. റെഡും പിങ്കും ഒക്കെ കൂടിയിട്ടൊരു മിക്സാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം, ഓരോന്നും ഞാനിങ്ങനെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അവിടെയുള്ള കുറച്ച് സാമ്പിൾസ് ഞാൻ വെറുതെ ഇങ്ങനെ എടുത്ത് നോക്കിയതാണ്. ഷീ സ്റ്റൈൽ അഞ്ചലിൻ്റെ ഇൻസ്റ്റാ പേജ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ ഉള്ളത് നമ്മളുടെ ഷീ സ്റ്റൈലിൻ്റെ റെനോവേറ്റഡ് സ്പേസിലാണ് കേട്ടോ. മുന്നേ ഉണ്ടായിരുന്ന സ്പേസ് വന്നിട്ട് കുറച്ച് എന്താ പറയുക, അത്ര സ്പേഷ്യസ് അല്ലായിരുന്നു. പാർക്കിംഗ് സ്പേസ് ഇല്ല. അപ്പോൾ ഇപ്പം തൊട്ടടുത്ത് തന്നെ അഞ്ചലിൽ നിന്ന് ആലഞ്ചേരി റൂട്ട് പോകുന്ന അവിടെയാണ്. സോ ഇപ്പോൾ ഞാൻ അവിടെയാണ് ഇരിക്കുന്നത്. ഇന്നലെ ആയിരുന്നു ഇവിടുത്തെ ഇനോഗ്രേഷൻ. അപ്പോൾ ഞാനും വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ കുറച്ച് ബൈറ്റ്സൊക്കെ നിങ്ങളായിട്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ കമ്പൈൻ ചെയ്തേക്കാം കേട്ടോ. സോ ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ടാണ്. ഹെയർ ട്രാൻസ്ഫോർമേഷനാണ് കേട്ടോ. സോ റിസൾട്ടും ആ ഒരു പ്രോസസ്സും ഒക്കെ ഞാൻ നിങ്ങളായിട്ട് കാണിച്ചു തരാം. ഓക്കെ. ആൻഡ് സോ ഞാൻ പറഞ്ഞിട്ടുള്ള ഇവിടെ അടുത്ത സ്ഥലത്താണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യണം. ഭയങ്കര സ്പേഷ്യസ് ആണ്. ആൻഡ് സോ യു ഗൈസ് ഹാവ് ടു ചെക്ക് ദിസ് പ്ലേസ് ഔട്ട്. മുന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് വുമൻസ് ഹബ് ആ ഒരു രീതിയിലായിരുന്നെങ്കിൽ ഇപ്പം ഇതൊരു യൂണിസെക്സ് ആൻഡ് ഫാമിലി സലൂണായി മാറിയിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല നമ്മളുടെ അഞ്ചലിന് ചേച്ചി ഈവൻ ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട്. അതായത് ഒരു അക്കാഡമി കൂടിയാണ് കേട്ടോ. അതായത് ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട് ഈ ഒരു ഫീൽഡ് അത്യാവശ്യം ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട്. സോ അങ്ങനെയും ഉണ്ട്. പിന്നെ ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട് കേട്ടോ. ഒരുപാട് വെറൈറ്റി ഓഫ് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. പുതിയ കുറേ ട്രീറ്റ്മെൻറ്റ്സും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് അത്യാവശ്യം കുറേ നേരം ഞാൻ ഇവിടെ ഉണ്ടാവും. അപ്പോൾ എല്ലാ വിശേഷവും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. എല്ലാ പ്രോസസ്സ് ലാസ്റ്റ് ഞാൻ സ്മൂത്തൻ ചെയ്തത് 2 years ബാക്ക് ഞാൻ ദുബായിൽ പോയപ്പോഴാണ് കേട്ടോ. അതിനുശേഷം പിന്നീട് ഇതുവരെ ഞാൻ ഹെയർ ഇങ്ങനെ ലെങ്ത് ആക്കുമായിരുന്നു. അപ്പോൾ ഇപ്പം അത്യാവശ്യം കുറച്ച് ലെങ്ത് ഒക്കെ ആക്കിയിട്ടുണ്ട്. കുറച്ച് വേവി ടെക്സ്ചറാണ് കേട്ടോ. അപ്പോൾ എനിക്കിത് ഒരു ഫുൾ സ്ട്രെയിറ്റ് ലുക്ക് വേണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. സോ നമുക്കത് ഒന്ന് നോക്കിയാലോ. എൻ്റെ ചേച്ചി വന്നിട്ടുണ്ട്. സോ പറ ചേച്ചി, ഇവിടുത്തെ ഇനോഗ്രേഷൻ്റെ ഇനോഗ്രേഷനൊക്കെ ആയിട്ട് എനിക്ക് ആ ദിവസം ലക്ഷ്മി വന്നു. ഞാൻ എപ്പോഴും എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ആദ്യം വിളിക്കുന്ന ലക്ഷ്മിയാണ്. എന്നുവെച്ചാൽ എൻ്റെ ഒരു പാർട്ടാണ്, എൻ്റെ ലൈഫിൻ്റെ ഒരു പാർട്ടാണ്. എനിക്ക് ഇവിടെ വന്നിട്ട് കിട്ടിയ അനിയത്തിക്കുട്ടിയാണ്. ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു ഫാമിലി സലൂൺ തുടങ്ങാൻ പറ്റി. അക്കാഡമി ഉണ്ട്, അതുപോലെ തന്നെ ഫാമിലി സലൂണാണ്. ജെൻസിനുള്ള സർവീസസ് ഉണ്ട്, പിന്നെ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാവരും ഇൻസ്റ്റാ പേജ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. ഷീ സ്റ്റൈൽ അഞ്ചൽ എന്ന് പറയുന്ന ഒരു പേജുണ്ട്. പിന്നെ ഇപ്പം ഈ കാണുന്ന സന്തോഷം ലക്ഷ്മി, ഇവിടെയുള്ള ലക്ഷ്മിയുടെ പ്രസൻസിൻ്റെ. ലക്ഷ്മിയെ കാണുമ്പോൾ വിചാരിക്കുന്ന പോലെയല്ല, പക്ഷെ ഏറ്റവും പച്ചയായിട്ടുള്ള മനുഷ്യൻ എൻ്റെ സിസ്റ്റർ, അതാണ് ലക്ഷ്മി. ഓക്കെ ഗൈസ്, ഞാൻ പൈസ ഒന്നും കൊടുത്തിട്ടില്ല. സത്യമാണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ കുഞ്ഞനീത്തി എനിക്കിഷ്ടമാണ്. നമുക്ക് എപ്പോഴും ഒരു പ്രചോദനം തരും. ചേച്ചി സക്സസ് ആവും, അങ്ങനെ ഒരു വാക്ക് നിന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന് അവർക്ക് പറ്റുന്ന രീതിക്ക് ഒരുപാട് കൂടെ എന്നിട്ടുള്ള ഒരാളാണ് എൻ്റെ ഹസ്ബൻഡ്. വരുന്നുണ്ട്. വീഡിയോ എടുക്കാമെന്ന് അറിയാതെ വീഡിയോ ആയിട്ട് വന്ന ആളാണ് ഞങ്ങളുടെ സിസ്റ്റർ.
അല്ല ഫസ്റ്റ് ഷോപ്പ് തൊട്ട് നമുക്ക് ഭയങ്കര സപ്പോർട്ടുള്ള ആളാണ്. അത് നമ്മുടെ നമ്മുടെ വീട്ടിലൊരു കുട്ടി എത്ര നമുക്ക് ഷോപ്പിനെ പറ്റി കാര്യത്തിൽ നിന്ന് വൈമാറി പോകുന്നു. ഫാമിലി സലൂൺ ഞങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ഇപ്പം നമ്മൾ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ജെൻസിൻ്റെ അതുപോലെ ലേഡീസിൻ്റെ സർവീസസ് എല്ലാം നിങ്ങൾക്ക് അറിയാം. പിന്നെ എന്താണ് ട്രീറ്റ്മെൻറ്റ്സ്, നമുക്ക് മാത്രമുള്ള കുറച്ച് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. നമ്മുടെ ഷീസ്റ്റൈൽ അഞ്ചൽ എന്ന് പറയുന്ന ഇൻസ്റ്റാ പേജ് ചെക്ക് ചെയ്ത് നോക്കിയാൽ എല്ലാ ഡീറ്റെയിൽസും കിട്ടും. അല്ലയോ? അപ്പോൾ സപ്പോർട്ട് ചെയ്യണം. ഫസ്റ്റ് പ്രോസസ്സ് ഹെയർ ഫുൾ ഉടക്കൊക്കെ കളഞ്ഞ് ഒന്ന് നന്നായിട്ട് ബ്രഷൊക്കെ ചെയ്ത് പോയി ഹെയർ വാഷ് ചെയ്ത് വന്നിട്ട് ഹെയർ ഡ്രൈ ചെയ്യാണ്. അർമാനാണ് കേട്ടോ എന്ന് എൻ്റെ മുടിയിലെ കലാപരിപാടികളൊക്കെ ചെയ്യുന്നത്. നല്ല രീതിയിൽ ഡ്രൈ ഒക്കെ ചെയ്ത് കംപ്ലീറ്റ് ഹെയർ ഡ്രൈന് ശേഷം ഹെയർ ഇങ്ങനെ സെക്ഷനായിട്ട് ഫ്രണ്ടിലും ബാക്കിലും ഇങ്ങനെ മിഡിൽ പാർട്ടീഷൻ എടുത്തിട്ട് സെക്ഷൻ വൈസ് ക്ലിപ്പ് ചെയ്ത് വെക്കുകയാണ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ പ്രീവിയസ് ഡേ ആയിരുന്നു കേട്ടോ ഇവരുടെ ഈ ഒരു സ്പേസിൻ്റെ ഇനോഗ്രേഷൻ വന്നത്. അപ്പോൾ ഞാൻ വിഷ്ണു വന്നിട്ടുണ്ടായിരുന്നു. വന്ന ടൈമിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലഡു കിട്ടിയിട്ടുണ്ടായിരുന്നു. വിഷ്ണുവിന് കിട്ടി, ബട്ട് എനിക്ക് കിട്ടിയില്ല. ഞാൻ അതിങ്ങനെ ചേച്ചിയോട് ഇങ്ങനെ പറയായിരുന്നു, എന്നാലും എനിക്ക് മഞ്ഞ ലഡു തന്നില്ലല്ലോ. മഞ്ഞ ലഡു ഇസ് മൈ ഫേവറേറ്റ് കേട്ടോ. ഞാനത് ചേച്ചിയോട് പറഞ്ഞ് ഒരു 10 മിനിറ്റ്സ് 15 മിനിറ്റ്സ് പിന്നെ ചേച്ചീനെ കണ്ടില്ല. പിന്നെ ചേച്ചി വന്നപ്പോഴത്തേക്ക് ഒരു പാക്കറ്റിൽ കുറേ ലഡു ആയിട്ടാണ് കേട്ടോ വന്നത്. ഇൻ ബിറ്റ്വീൻ സെക്ഷൻ എടുത്ത് വെച്ചിട്ട് അവർ ആ ക്രീമൊക്കെ സ്മൂത്തനിങ്ങിൻ്റെ ആ ഒരു എന്ത് ക്രീമാണെന്നൊന്നും എനിക്കറിയത്തില്ല, അതൊക്കെ ഇട്ടു. ഇതായിരുന്നു ചേച്ചി എനിക്ക് കൊണ്ടു തന്ന ഒരു ഫുൾ ഡബ്ബ ഓഫ് മഞ്ഞ ലഡൂസ്. ഞാനൊരു 4-5 എണ്ണം അകത്താക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓൾറെഡി സ്ട്രെയിറ്റ് ആയതുകൊണ്ട് ഒരുപാട് ഈ പ്രോഡക്റ്റ് ഒന്നും യൂസ് ചെയ്യേണ്ടി വന്നില്ല. പിന്നെ ഇതിപ്പം ചെക്ക് ചെയ്യുന്നത് അറൗണ്ട് ഒരു 30 മിനിറ്റ്സ് എന്തോ വെച്ചിട്ട് അത് ഹെയർ ഓക്കെ ആയോ എന്ന് നോക്കുകയാണ് കേട്ടോ. ബ്രേക്കേജ് ഉണ്ടോ, എന്തെങ്കിലും ഡാമേജ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാണ്. ആൻഡ് അത് കഴിഞ്ഞതിന് ശേഷം ഓക്കെ ആണെന്ന് അർമാന് തോന്നിയപ്പോഴത്തേക്ക് ഹെയർ വാഷിന് കൊണ്ടുപോയി. ഹെയർ വാഷ് കഴിഞ്ഞ് വീണ്ടും നല്ല രീതിക്ക് ഡ്രൈ ചെയ്യിക്കുകയാണ്. രാവിലെ ഒരു 9:30 വന്നതാണ് കേട്ടോ. തിരിച്ച് ഞാൻ പോകുന്നത് ഒരു 5-5:30 ആയിട്ടുണ്ടാവും. അന്നത്തെ എൻ്റെ ഫുൾ ഡേ ഞാൻ ഫുഡ് കഴിച്ചത് ഇതൊക്കെയാണ് കേട്ടോ. ജ്യൂസ് അയൺ ചെയ്യാണ്ട് തന്നെ എൻ്റെ ഹെയറിൻ്റെ ആ ഒരു ഇത് കണ്ടോ, ടെക്സ്ചർ ചേഞ്ച് ആയിട്ടുണ്ട്. ഓൾറെഡി ഒരു സ്ട്രെയിറ്റ് ഒരു ലുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതി കഴിഞ്ഞു എന്ന് വിചാരിച്ചു, പക്ഷെ പിന്നീടാണ് മനസ്സിലായത് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ പിന്നീട് എന്തോ ഒരു ക്രീമോ ബാമോ എന്തോ ഒന്ന് തേച്ചിട്ട് ഫുൾ അയൺ ചെയ്ത് വിടുമായിരുന്നു, ഫുൾ സ്ട്രെയിറ്റ് ചെയ്ത് വിടുമായിരുന്നു. അത് ഒരു കുറേ ടൈം എടുത്തു കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് എനിക്ക് വിശപ്പ് സ്റ്റാർട്ട് ചെയ്ത് അപ്പോഴത്തേക്ക് ചേച്ചി എനിക്ക് വാരി തരുന്ന കണ്ടോ. ചേച്ചി എനിക്ക് ചേട്ടൻ പോയിട്ട് ഉഴുന്നുവട മേടിച്ചിട്ട് വന്നിട്ട് എനിക്ക് അവസാനം എനിക്ക് കയ്യിലെടുക്കാൻ വയ്യാഞ്ഞിട്ട് ചേച്ചി എനിക്ക് പിച്ചി വായിൽ വെച്ച് തരുമായിരുന്നു. നല്ലതായിരുന്നു കേട്ടോ. ഫുള്ളി പാമ്പേർഡ് ആയിരുന്നു കേട്ടോ. ഹെയർ ഫുൾ അയൺ ചെയ്ത് കഴിഞ്ഞിട്ട് സെക്ഷൻ വൈസ് എടുത്തിട്ട് ക്രീം തേക്കായിരുന്നു കേട്ടോ. ലൈക്ക് ഫുൾ ഹെയർ ലെങ്ത്ത് ടോപ്പ് ടു ബോട്ടം, റൂട്ട് തൊട്ട് ബോട്ടം വരെ ഇങ്ങനെ തേക്കായിരുന്നു. ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഹെയറിൻ്റെ ആ ഒരു ഷൈനി ഒരു ഇത് ആ ഒരു ഭയങ്കര രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫുൾ ഹെയറിൽ ക്രീം തേച്ചിട്ട് കുറച്ച് ടൈം ഇരിക്കണമായിരുന്നു. അത് കഴിഞ്ഞ് നേരെ അതും പോയിട്ട് വാഷൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഫുള്ളി ഡ്രൈ ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ ഫുൾ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടോ. അല്ല, ഫുൾ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് സ്പാ ചെയ്യാനും കൂടി വരണം. എനിക്ക് സർവീസ് ഒത്തിരി ഇഷ്ടമായിട്ടോ. എൻ്റെ ആ ഒരു ഹെയറിൻ്റെ ലുക്ക് തന്നെ നല്ല രീതിക്ക് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ജസ്റ്റ് എന്തൊന്ന് ട്രിം ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഐ ഷോ യു ഗൈസ് ഫൈനൽ റിസൾട്ട്. ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പോൾ ഓൾമോസ്റ്റ് 3-4 ഡേയ്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈവൻ നൗ എൻ്റെ ഹെയർ ഇതേപോലെ ആട്ടോ ഇരിക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. പിന്നെ ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞ പോലെ ഇനോഗ്രേഷൻ ഡേയുടെ കുറച്ച് വിശേഷങ്ങൾ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അത് ഇതിൽ കമ്പൈൻ ചെയ്യാമെന്ന് പറഞ്ഞില്ലേ, അത് കാണിച്ചു തരാം കേട്ടോ. സോ വീട്ടിൽ നിന്ന് പോയത് ഈ ഒരു ലുക്കിലാണ്. ഇനോഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഫുൾ തിരക്കൊക്കെ ഒഴിഞ്ഞിട്ട് ഞാൻ വരാമെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ തിരക്കൊക്കെ കഴിഞ്ഞ ടൈമിൽ ചേച്ചീനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഉച്ച ടൈമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ അവിടെ ചെന്നു. അന്നത്തെ ദിവസം ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് നമ്മുടെ സേതു, നമ്മുടെ ബ്ലൂ റോക്ക് പറവ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വരാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. അങ്ങനെ കുറച്ച് ഫോട്ടോ സെഷനൊക്കെ എടുത്തു കേട്ടോ. എൻ്റെ സ്വന്തം ഒരു ഫോട്ടോഷൂട്ട് നടത്തി. വിഷ്ണുവായിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി നിൽക്കുന്ന ഫോട്ടോയൊക്കെ എടുത്തു. കോക്കോയുടെ ഒരു ഫോട്ടോഷൂട്ട് നടന്നു. അങ്ങനെ അവിടെ അകത്ത് റൂമിലൊക്കെ ആക്ച്വലി ക്ലയൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ ഒത്തിരി ഒന്നുമില്ലായിരുന്നു. ഞാൻ ഓടി നടന്നു. ഞാൻ ഫുള്ളി റെനോവേറ്റഡ് ആയിട്ട് ഇൻ ബിറ്റ്വീൻ ചേച്ചി ഒരു വട്ടം വീഡിയോ കോൾ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കംപ്ലീറ്റ് ലുക്ക് ഞാൻ ഇന്നാണ് കേട്ടോ ആദ്യമായിട്ട് കാണുന്നത്. ഇനോഗ്രേഷൻ്റെ അന്നാണ്. അപ്പം എൻ്റെ വിഷ്ണുവിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തു. ആ ടൈമിലെടുത്ത കുറച്ച് ബൈറ്റ്സ് ആണ് കേട്ടോ. പിന്നെ ചേച്ചിയുടെയും ചേട്ടൻ്റെയും പിക്സൊക്കെ എടുത്തു. സോ ഈ ഒരു വാൾ, ഈ ഒരു ഏരിയയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ആ ഒരു LED ലൈറ്റുള്ള മിററും ഒക്കെ നല്ല രസമായിരുന്നു കേട്ടോ. ഇൻ ബിറ്റ്വീൻ ഞാൻ വീഡിയോ എന്തോ എടുക്കാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് ഞാൻ പിന്നീട് തിരിച്ചു വന്ന് നോക്കിയപ്പോഴത്തേക്ക് കാണാം വിഷ്ണുവിൻ്റെ കയ്യിലൊരു ലഡു ഇരിക്കുന്നത്.
ഇരിക്കുകയാണ്. അവനത് കഴിച്ചിട്ടിങ്ങനെ അടുത്ത ഇങ്ങനെ വായിലേക്ക് ബൈറ്റ് എടുക്കാനായിട്ട് പോകുന്നു. അപ്പോൾ പെട്ടെന്ന് ഞാനത് ചെന്നങ്ങ് മേടിച്ചു. കാരണം മഞ്ഞ ലഡു ഇസ് മൈ ഫേവറേറ്റ്. ബട്ട് എനിക്കാരും ലഡു തന്നില്ല. പിന്നെ ഞാനതങ്ങ് വിട്ടുപോയിട്ടോ. കാരണം നമ്മുടെ കോക്കോയെ നോക്കാനായിട്ട് പോയ ടൈമായിരുന്നു. അപ്പം ഞാനിത് പെട്ടെന്ന് എടുത്ത് വായിലിട്ടിട്ട് ഞാനതങ്ങ് മറന്നുപോയിട്ട് എനിക്ക് ലഡു കിട്ടിയില്ലല്ലോ എന്ന് ഞാൻ ആരോടും പറഞ്ഞുകൂടിയില്ല. ഞാൻ ഓടിച്ചെന്ന് കോക്കോയുടെ അടുത്ത് നിന്നിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ നമ്മൾ കൊക്കോ കുറച്ചുകൂടെ വലുതായി. അപ്പോൾ ആ ഒരു ലെങ്ത് ഒക്കെ നോക്കി ആ ഒരു ഗ്രോത്ത് ഒക്കെ ഞങ്ങളിങ്ങനെ ശരിയാ കമ്പയർ ഒക്കെ ചെയ്ത് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അതായിരുന്നു ഞാൻ പറഞ്ഞ ആ ഒരു ലഡു കഥ ഗൈസ്. സോ എൻ്റെ ഡ്രസ്സൊന്ന് നിങ്ങളെ കാണിച്ചു തരാം. എല്ലായിടത്തും ഇതേപോലെ ഇൻഡോർ ലൈവ് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ്സ് ആണ്. നല്ല രസമാണ് കാണാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഫെയറി മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. ഈ ഡ്രസ്സ് എനിക്ക് എന്തോ കണ്ടപ്പോഴത്തേക്ക് അർബനിക് എന്നാണ് കേട്ടോ മേടിച്ചത്. അപ്പോൾ മേടിച്ച ടൈമിൽ എൻ്റെ ഈ ഒരു ഏരിയ ആണ് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ട്. അത് കഴിഞ്ഞ് പിന്നെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. പിന്നീട് ഇന്നത്തെ സ്റ്റോറി പറയാം. ഇന്ന് നമ്മൾ വീണ്ടും ഷീ സ്റ്റൈലിലേക്ക് പോവുകയാണ്. എനിക്ക് ഹെയർ വാഷ് ആണ് കേട്ടോ. അങ്ങനെ അതിന് വേണ്ടിയിട്ട് പോവാണ്. സോ എൻ്റെ ഹെയറിൻ്റെ ടെക്സ്ചർ കണ്ടോ. അന്ന് ഒരു 4 days ബാക്കാണ് ഞാനിവിടെ വന്ന് ഇത് ചെയ്തത്. അന്നത്തെ അതേ ലുക്കിൽ തന്നെ ആയിരുന്നു കേട്ടോ ഇപ്പോഴും വരുന്നത്. അപ്പോൾ ഒന്ന് ബ്രഷൊക്കെ ചെയ്തിട്ട് ഹെയർ വാഷിന് കയറി. ഹെയർ വാഷ് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രോട്ടീൻ സ്പൈ ആണ് കേട്ടോ ഞാൻ ഇന്ന് ചെയ്യുന്നത്. ഹെയർ സെക്ഷനായിട്ട് തിരിച്ചിട്ട് ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ക്രീം അതിലേക്ക് ഫുള്ള് ലെങ്ത്ത് സ്പ്രെഡ് ചെയ്ത്. അപ്പോൾ ഇന്ന് ചേച്ചിയാണ് കേട്ടോ എനിക്ക് ചെയ്തു തന്നത്. ശരിക്കും പറഞ്ഞാൽ ചേച്ചി ചെയ്യുമ്പോൾ എനിക്കൊരു വല്ലാത്തൊരു എന്തോ ഒരു സന്തോഷവും ഒരു റിലീഫൊക്കെയാണ്. കാരണം ചേച്ചി ഇങ്ങനെ കറക്റ്റ് ടൈമൊക്കെ എടുത്ത് നല്ലോണം മസാജൊക്കെ ചെയ്ത് വേദനിപ്പിക്കാണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് കെയർ ചെയ്ത് അങ്ങനെ ചെയ്യുന്നത്. സോ ഞാനങ്ങനെ ചേച്ചിയോട് ഇന്ന് ചോദിച്ചു, ചേച്ചി എനിക്ക് കുറച്ച് മസാജ് തലയിൽ എനിക്ക് കുറച്ച് ഹെയർ മസാജ് ചെയ്ത് തരണേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചേച്ചി ചെയ്തു തന്നെ. ആദ്യം ഫേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ കുറച്ച് വാമപ്പ് പോലെ പ്രപ്പൊക്കെ ചെയ്ത് സ്കിൻ പ്രപ്പ് ചെയ്തിട്ട് പിന്നെ ഇതിൽ ഞാൻ എന്ത് എൻജോയ് ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അതെനിക്കറിയില്ല. ബട്ട് സീരിയസ്ലി ഗൈസ് ഫുൾ ഒരു 30 to 45 minutes ചേച്ചി എനിക്കിങ്ങനെ കിഡിലൊരു മസാജ് സെഷൻ ആയിരുന്നു. അങ്ങനെ സോ ഞാനങ്ങനെ എന്നിട്ട് ഈ ക്രീം കുറച്ച് നേരം സെറ്റ് ആവാനായിട്ട് നമ്മൾ എനിക്കൊന്ന് എത്രയോ മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ വെയിറ്റൊക്കെ ചെയ്ത് ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ പകുതി ഉറങ്ങിപ്പോയിട്ടോ. വെയിറ്റ് ചെയ്തിരുന്ന ടൈമിലാണ് ശരിയെങ്കിലും വിഷ്ണുവിനും എന്തെങ്കിലും ഹെയർ കെയറോ സ്കിൻ കെയർ എന്തെങ്കിലും ചെയ്യാനായിട്ട് പറഞ്ഞിട്ട് ചേച്ചി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ആദ്യം ഹെയർ കളറിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഹെയർ കെയർ ഒന്ന് സെറ്റാക്കി അത് കളറടിച്ച് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്ന ടൈമിൽ പെഡിക്യൂറും ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഒരു മസാജൊക്കെ ചെയ്ത് നല്ല രീതിയിൽ മറ്റേ ഡെഡ് സെൽസൊക്കെ റിമൂവ് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആ ഒരു സന്തോഷം കണ്ടോ. അപ്പം അത് നോക്കാനായിട്ട് വിഷ്ണുവിനും പ്രത്യേകിച്ച് ഇന്ന് വേറെ അപ്പോയിൻമെൻറ്റ്സ് ഞങ്ങൾ രണ്ടുപേരും മാത്രമായിരുന്നു. ഫുൾ എല്ലാവരും നമ്മളുടെ ചുറ്റും ഉണ്ടായിരുന്നു കേട്ടോ. സോ നമ്മൾ ഹാപ്പിയാണോ ഓക്കെ ആണോ എന്നൊക്കെ നോക്കാനായിട്ട് ചേച്ചിയും ചേട്ടനും ഒക്കെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ കുറേ ഒരു എന്താ പറയുക ഒരു റിഫ്രഷിങ് ആൻഡ് വളരെ റിജുവനേറ്റിംഗ് ആയിട്ടുള്ള ഒരു പെഡിക്യൂർ സെഷനും കഴിഞ്ഞ് ഇതൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരുന്നു. എൻ്റെ കാലമായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചിട്ട് ഞാൻ ഹെയർ വാഷിന് കയറി. അപ്പോൾ ഹെയർ വാഷ് കഴിഞ്ഞ് ഒന്ന് ഹാഫ് ഡ്രൈ ചെയ്തേ ഉള്ളൂ കേട്ടോ. ബാക്കി എയർ ഡ്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഹെയറിൻ്റെ ലുക്ക് ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. പിന്നീട് വിഷ്ണുവിന് ഫേസിൽ തന്നെ എന്തോ ഫേഷ്യലും ഫേഷ്യലല്ല ചാർക്കോൾ മാസ്ക് ആണ് കേട്ടോ അതും ചെയ്ത്. അപ്പോൾ ആ ഒരു ടൈമിലത്തേക്ക് എൻ്റെ മുടി ഫുള്ള് ഞാൻ ഫാനിൻ്റെ അടിയിൽ തന്നെ ഇരുന്നുകൊണ്ട് ഫുൾ എയർ ഡ്രൈഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ എൻ്റെ ഹെയർ ഒന്ന് നോക്ക്, നല്ല രസമല്ലേ കാണാൻ. അങ്ങനെ എൻ്റെ ഹെയറൊക്കെ ഡ്രൈ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിഷ്ണുവിന് വേണ്ടി മുന്നേ വിഷ്ണു എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നത് പോലെ ഞാൻ വിഷ്ണുവിന് വേണ്ടി അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കുറച്ച് നേരം. അങ്ങനെ ഫൈനൽ പാക്കൊക്കെ ഇട്ട് വിഷ്ണു റിലാക്സ് ചെയ്യാണ്. എനിവേയ്സ് അടിപൊളി ആയിരുന്നു. എന്തായാലും ഐ എം സോ ഹാപ്പി. സോ ചേച്ചി ഞങ്ങൾ ഇന്ന് ബുദ്ധിമുട്ടിച്ചോ ചേച്ചീനെ? പോവാൻ വേണ്ടി വന്നതാണ്. വിഷ്ണുവും ലക്ഷ്മി ഒന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല, വിഷ്ണു ചെയ്യത്തില്ല. അപ്പൊ ഞങ്ങൾക്ക് പിടിച്ചെടുത്ത് വിഷ്ണു ഡേ ഓഫ് ലക്ഷ്മി അല്ലേ, ഡേ ഓഫ് വിഷ്ണു. അതെ, ഇന്ന് വിഷ്ണുവിന്റെ സെൽഫ് പാമ്പറിംഗ് ഡേ ആയിരുന്നു. ചെയ്തിട്ടുള്ളൂ. വിഷ്ണുവിനാണ് ഫുള്ളും പോയിരിക്കുന്നത്. സോ എന്തായാലും ഞങ്ങൾ ഹാപ്പിയാണ്. ഞങ്ങളാണ് പിടിച്ച് പോസ്റ്റ് ആക്കിയത്. ഒരു പോട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ കുറെ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്യിപ്പിച്ച് നമുക്ക് വിഷ്ണുവിനോട് ചോദിക്കാം. എന്തായാലും ഐ റിയലി ലവ്ഡ് ഇറ്റ്. എനിക്ക് ഓൾറെഡി ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് ഷീ സ്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര സ്പെഷ്യലാണെന്ന് എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയാമായിരിക്കും. ഐ എം ലൈക്ക് സൂപ്പർ ഹാപ്പി.
എന്നാലും സർവീസ് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. എന്റെ അനിയത്തിയാണ്, ആ ഒരു സ്നേഹമാണ് എപ്പോഴും. താങ്ക് യു ചേച്ചി. അപ്പം ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ ഡു വിസിറ്റ് ദിസ് പ്ലേസ്. ഓക്കെ, നിങ്ങൾ മറന്നു പോരുത്. ഞാൻ കൊടുത്തിട്ടുണ്ട്, വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും വിസിറ്റ് ചെയ്യണം. ഓറൽസ് ചെക്ക് ഔട്ട് ദെയർ ഇൻസ്റ്റാ പേജ്. ഇപ്പം ഇവിടെ ഉള്ളവരല്ല, ദൂരെയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇൻസ്റ്റാ പേജ് നോക്കുക, ഷീ സ്റ്റൈൽ അഞ്ചലിൽ വന്നിട്ടുള്ള പേജ് സപ്പോർട്ട് ചെയ്യുക. അപ്പം താങ്ക് യു ആൻഡ്